സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ മോശം പറഞ്ഞു എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് 2 ദിവസമായി നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും. അതിന്റെ പേരിൽ ഗണേഷ് കുമാറിന്റെ വീടിനു നേരെ BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് വരെ ഉണ്ടായി. എന്നിട്ടും ഒരു കാര്യവുമില്ല. സുരേഷ് ഗോപിക്ക് 4 വഴിക്ക് നിന്നും തട്ട് കിട്ടുന്നതിന് ഒരു കുറവുമില്ല. അപ്പോൾ അത് പറയുന്നവരുടെ കുഴപ്പമല്ല, മറിച്ച് സുരേഷ് ഗോപിയുടെ തന്നെ കുഴപ്പമാണ്. ഇന്ന് സുരേഷ് ഗോപിയെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് മുരളീധരനാണ്. സുരേഷ് ഗോപി ഇപ്പോഴും നടനും അഭിനേതാവുമാണ് എന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കേണ്ട രീതിയും മര്യാദയും ഉണ്ട് എന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക എന്നതല്ലാതെ അവരെ ആട്ടിപ്പായിക്കുന്നതും ഹു ആർ യു എന്നൊക്കെ ചോദിച്ച് ആളുകളിക്കുന്നതും വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ കെ മുരളീധരൻ പരിഹസിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ. BJPക്കാർ ഇനി ആരുടെയൊക്കെ വീടിനു നേരെ പ്രതിഷേധ മാർച്ചും കരിങ്കൊടി ഉയർത്തലും ഒക്കെ നടത്തും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു വയ്യാവേലിയാണ് എടുത്ത് തോളത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇടതും വലതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം രാജീവ് ചന്ദ്രശേഖർ പാർട്ടിപരമായ നിലപാടിനോട് എതിർപ്പുള്ള ആളാണെങ്കിലും അദ്ദേഹം വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണെന്ന് കൂടി കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഒരു തരത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംസാര രീതിയും പെരുമാറ്റവുമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ പെട്ടെന്നൊരു മഴയത്ത് പൊട്ടിമുളച്ച കൂൺ കണക്കിന് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലുള്ള അധികാരം കയ്യിൽ കിട്ടുകയും ചെയ്തപ്പോൾ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച വേഷങ്ങളൊക്കെ യഥാർത്ഥ ജീവിതത്തിലും ഒന്നെടുത്തണിയാമെന്ന് സുരേഷ് ഗോപിക്ക് തോന്നിക്കാണും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് താൻ അഭിനയിച്ച സിനിമകളുടെ ഒക്കെ തിരക്കഥ കാണാപ്പാഠമായതുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയാം. പക്ഷേ പൊതുജനം ഈ ഒരാളുടെ മാത്രം സിനിമ കണ്ട് കൈയടിക്കുന്നവരല്ല. കേരള രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ ബോധമുള്ളവരാണ്. കേരളത്തിലുള്ളവർക്ക് അഭ്രപാളിയിലുള്ളതല്ല ജീവിതമെന്ന തിരിച്ചറിവുണ്ട്. ഇവിടെ വന്ന് ഇതുപോലെ അഭിനയം കാഴ്ചവെച്ചു എന്ന് കരുതി കൂകി വിളിക്കുമെന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാകില്ല. സുരേഷ് ഗോപിക്കും ഇത് കെട്ട കാലമാണ്. അല്ലെങ്കിൽ പിന്നെ ഏത് വഴിക്ക് നിന്നാണ് അടി വരുന്നത് എന്നറിയാൻ പറ്റാത്ത പോലെ ഇത്തരം പണികൾ തുടരെ തുടരെ കിട്ടുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ പറഞ്ഞ വാദങ്ങളെ ഒക്കെ ശരിവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ കെ മുരളീധരനും സംസാരിച്ചത്. ഒരു രാഷ്ട്രീയക്കാരനെ ഇത്തരം പല എതിർപ്പുകളും നേരിടേണ്ടി വരുമെന്നും അതിനൊക്കെ ശക്തമായി പ്രതിഷേധിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തുമാത്രം പ്രതിഷേധിക്കുകയും പ്രതികാരം ചെയ്യുകയും വേണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിക്ക് തമ്പുരാനാണെന്ന ഭാവത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒട്ടും കഴിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയെ പറയുന്നോടാ എന്ന് തിരിച്ച് സിനിമാ ഡയലോഗിൽ ഒരു കാച്ചു കാച്ചാൻ മാത്രമേ സുരേഷ് ഗോപിക്ക് കഴിയൂ. അല്ലാതെ ഈ രാഷ്ട്രീയമൊന്നും ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് പറ്റിയതല്ല.